തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ തെങ്കാശി ജില്ലയോട് ചേർന്നുള്ള അംബാസമുദ്രം ആലംകുളം സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് 150 മീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 30 ഏക്കർ തെങ്ങുംതോപ്പാണ്. ഇതിന് റോഡ് ഫ്രണ്ടേജ് ഏതാണ്ട് 120-130 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉള്ളിലേക്കുള്ള വലിയ വാഹനങ്ങൾ വരെ കയറുന്ന റോഡിൻ്റെ സമീപമാണ്. സാധാരണ തമിഴ്നാട്ടിൽ നമ്മൾ സ്ഥലം തേടി പോകുമ്പോൾ പ്രധാനമായും മനസ്സിൽ കരുതി വയ്ക്കേണ്ട കാര്യങ്ങൾ: 1, ടൈറ്റിൽ ഡീഡ് കറക്റ്റായിരിക്കണം. 2, ധാരാളം ജലം വേണം. ആവശ്യത്തിനല്ല, ആവശ്യത്തിനധികവും ജലം വേണം. അത് നമ്മളുടെ ഒരു കൺസിഡറേഷൻ ആയിരിക്കണം. 3, നെയ്ബർഹുഡ്, പരിസരം, അനുകൂലമായ പരിസരമായിരിക്കണം. ഈ 3 കാര്യത്തിലും അനുയോജ്യമായ ഒരു സ്ഥലമായിട്ടാണ് ഞാൻ ഈ സ്ഥലത്തെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിന് ഈ 30 ഏക്കറിനും ഒരൊറ്റ ടൈറ്റിലാണ്. അത് എൻ്റെ പേരിൽ തന്നെയാണ്. ഞാൻ വാങ്ങിച്ചതും ഒരു മലയാളി പ്രൊഫസറിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ടൈറ്റിൽ ഡീഡിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല. 2, ഈ പുരയിടം പൂർണ്ണമായും ചെയിൻ ലിങ്ക് ഫെൻസ് ചെയ്തതാണ്. നമ്മളുടെ അധികാര പരിധിയിൽ തന്നെ ഉടമസ്ഥതയിലും ഉള്ളതാണ്. 2, ജലത്തിൻ്റെ കാര്യം. 3 വലിയ കിണറുകളും 2 ബോർവെല്ലുകളും ഉണ്ട്. ഫ്രീ ഇലക്ട്രിസിറ്റി കണക്ഷനാണുള്ളത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഫ്രീ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ഓൾറെഡി ഫ്രീ ഇലക്ട്രിസിറ്റി കണക്ഷനുണ്ട്. 24 മണിക്കൂറും ഇപ്പോൾ ജലസേചനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2016-17 സമയത്ത് തമിഴ്നാട് പൊതുവിലൊരു ഡ്രൗട്ട് വന്നപ്പോൾ പോലും ഈ പുരയിടത്തിൽ ജലസേചനം നടത്താൻ ആവശ്യത്തിനധികവും വെള്ളമുണ്ടായിരുന്നു. മാത്രവുമല്ല, എൻ്റെ ഒരു നെയ്ബർ ഫാർമറിന്, ഏതാണ്ട് 100 ഏക്കർ സ്ഥലമുള്ളൊരു ഫാർമറിനും ഞാൻ എൻ്റെ ഫാമിൽ നിന്ന് വെള്ളം കൊടുത്തിരുന്നു. അപ്പോൾ ജലം സുലഭമായി ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒരു 110-120 ഏക്കർ നനയ്ക്കാനുള്ള വെള്ളത്തിലധികം നമുക്കുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഫാമിലുള്ള എല്ലാ ചെടികളുടെയും ചുവട്ടിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളം സഫീഷ്യൻ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു 6 ഏക്കർ സ്ഥലത്ത് പുല്ലും നട്ടിട്ടുണ്ട്. അതിനും സഫീഷ്യൻ്റായിട്ട് വെള്ളം പോകുന്നുണ്ട്. ഒരിക്കലും വറ്റാത്ത കിണറുകളും 24 മണിക്കൂറും വെള്ളം പമ്പിയാവുന്ന ബോർവെല്ലുകളുമാണുള്ളത്. പിന്നെ പരിസരം നല്ല 1-ാം നമ്പർ കർഷകർ ജീവിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ലേബറിന് ബുദ്ധിമുട്ടില്ല. നമുക്ക് മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മലയടിവാരമല്ല. അതുകൊണ്ട് തന്നെ ആന, പുലി ഇറങ്ങുന്ന ശല്യങ്ങളില്ല. വന്യജീവി പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അത് നമുക്ക് വളരെ അനുകൂലമാണ്. ഈ പുരയിടത്തിനുള്ളിൽ 3 വീടുകളുണ്ട്. ഒരെണ്ണം എനിക്ക് ഭൂമി തന്ന ഉടയൻ താമസിച്ചിരുന്ന വീടാണ്. അവിടെയാണ് ഞാനും താമസിക്കുന്നത്. ഇപ്പോൾ 1200 സ്ക്വയർ ഫീറ്റ് ചുറ്റളവിലുള്ള ഒരു പുതിയ വീട് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പണി ഏതാണ്ട് 90% പൂർത്തിയായിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി, പ്ലംബിംഗ് എല്ലാം തീർന്ന് പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞിട്ടേക്ക്. പിന്നെ ഒരു ലേബർ ക്വാർട്ടറും ഉണ്ട്. അപ്പോൾ 3 വീട് നമുക്കുണ്ട് എന്ന് പറയാം. കറണ്ട്, വെള്ളം എന്നിവയെല്ലാം ഫാമിനുള്ളിൽ തന്നെ ഉണ്ട്. 850 തെങ്ങ് എന്ന് പറഞ്ഞതിൽ 650 പരം തെങ്ങുകൾ 2 കൊല്ലം മാത്രം പ്രായമായതാണ്. ഇനി ഒരു 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാലേ വിളവെടുപ്പ് പറ്റുകയുള്ളൂ. 100 പരം തെങ്ങുകൾ വിളവ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. മറ്റൊരു 100ഓളം തെങ്ങുകൾ ഏതാണ്ട് വിളവെടുപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്കൊരു ചിലതിനൊക്കെ വിളവായി കഴിഞ്ഞു, ചിലതിനൊക്കെ വിളവ് എത്തിക്കഴിഞ്ഞു, ഉടനെ എടുക്കാം. പിന്നെ ഒരു 100 പരം മാവ് ഉണ്ട്. അതുപോലെ ഒരു 10-12 ഏക്കറോളം സ്ഥലം ഇനിയും കൃഷി ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ പുല്ലിട്ടേക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലം ഉൾപ്പെടെ കൃഷി ചെയ്യാനുണ്ട്. ഈ തെങ്ങും തോപ്പിൽ തെങ്ങ് നട്ടേക്കുന്നത് 7.5 മീറ്റർ അകലത്തിലാണ്. അപ്പോൾ ഇല ഒന്നുകൊന്ന് തൊടാതെ ശാസ്ത്രീയമായിട്ടാണ് നട്ടേക്കുന്നത്. ഇതിനിടയ്ക്കും പല ഇടവേളകളും പോസിബിളാണ്. അതിനുള്ള വെള്ളം ഉണ്ട്. നല്ല 1-ാം നമ്പർ ചുവന്ന മണ്ണാണ്, റെഡ് സോയിലാണ്. വളരെ നല്ല നെയ്ബർഹുഡാണ്. ഇതൊക്കെയാണ് എനിക്ക് സ്ഥലത്തെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത്. ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന വില ഏക്കറിന് 27 ലക്ഷം രൂപയാണ്. ഇവിടെ ഈ പരിസരത്ത് ബെയർ ലാൻഡിന് പോലും, അതായത് ടൈറ്റിൽ ഡീഡ് വ്യക്തമായിട്ട് ഉണ്ടാകണമെന്നില്ല, അറിയില്ല. അങ്ങനെയുള്ള ജലം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, കൃഷികളൊന്നും തന്നെ ഇല്ല, ഫെൻസിങ് ഇല്ല. അങ്ങനെയുള്ള സ്ഥലത്തിന് പോലും ഒരു 20-22 ലക്ഷം രൂപ ഇല്ലാതെ ഏക്കറിന് കിട്ടില്ല. പരിസരം വളരെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. നല്ല
2 സ്കൂളുകൾ, ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ ഉൾപ്പെടെ 2 സ്കൂളുകൾ വന്നിട്ടുണ്ട്. കൃഷിക്ക് പറ്റിയ സ്ഥലമാണ്. നല്ല 1-ാം നമ്പർ പുരയിടമാണ്, ഉയർന്ന പുരയിടമാണ്. വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. വെള്ളം കയറുക എന്നുള്ള പ്രശ്നം പോലും ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ഡീലിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവർ ഞാൻ ഈ കൊടുത്തേക്കുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ബ്രോക്കേഴ്സ് മേ പ്ലീസ് എക്സ്ക്യൂസ്. നേരിട്ട് പാർട്ടിയുമായി ബന്ധപ്പെടാനാണ് എനിക്കും താല്പര്യം. ആലോചിച്ച് വിവരം അറിയിക്കുക താല്പര്യമുള്ളവർ. സ്ഥലം കാണണമെന്നുള്ളവർക്കും അതിനുള്ള അവസരം ഒരുക്കാം. ഓക്കെ, അപ്പം നല്ലത് വരട്ടെ.